മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. യുപിയിലെ ബുലന്ദ് ഷഹർ എന്ന ജില്ലയിലെ ഒരു പ്രദേശമാണ്, ഒരു ഗ്രാമമാണ് നയബാൻസ്. ഈ ഗ്രാമത്തിലെ കുടുംബങ്ങൾ പറയുന്നു, BJP അധികാരത്തിലേറിയാൽ ഞങ്ങൾ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമെന്ന്. 6ഓളം കുടുംബങ്ങൾ അവിടെ നിന്നും BJPയെ പേടിച്ച് നാട് വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. റോയിട്ടേഴ്സ് അവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തി അവിടെയുള്ള ആളുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ തേടിയപ്പോൾ അവർ പറയുന്നുള്ളത്, ഈ നാട്ടിൽ വീണ്ടും BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത്. 1977കളിലെ ചില പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ശാന്തമായിരുന്നു ഈ ഗ്രാമം. ഇവിടെ ഒരു പ്രശ്നവും അതിനുശേഷം ഉണ്ടായിരുന്നില്ല. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം യോഗി ആദിത്യനാഥും കൂടി UPയിൽ ഭരണമേറ്റ് മുന്നോട്ട് വന്നപ്പോൾ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കടന്നുവരവ് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. അതായത് പ്രശ്നങ്ങളുടെ വലിയ ഒരു കടന്നുവരവ് സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ്. യോഗി ആദിത്യനാഥിൻ്റെ കടന്നുവരൽ ഏത് രീതിയിലുള്ള പ്രശ്നമാണ് അവിടെ സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ, ഒരു വർഗീയ ചേരിതിരിവ് അവിടെ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് ഇവർ പറയുന്നുള്ളത്. അതുവരെ ഇവരൊക്കെ ഒന്നായിരുന്നു, ഒന്നിച്ച് താമസിച്ചിരുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം യോഗിയുടെ കടന്നുവരലിന് ശേഷം ഇതൊന്നും അവിടെ ഉണ്ടായില്ല. അവരുടെ ദൈവമായി അവർ കാണുന്ന ഗോമാതാവിനെ, പശുവിനെ മുസ്ലിങ്ങൾ കശാപ്പ് ചെയ്യുന്നു എന്നാരോപിച്ചാണ് അവിടെ ആക്രമണങ്ങൾ സൃഷ്ടിക്കാൻ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തയ്യാറായത് എന്നാണ് ആ ഗ്രാമവാസികൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. റോയിട്ടേഴ്സും വ്യക്തമാക്കുന്നുള്ള റിപ്പോർട്ടും ഇത് തന്നെയാണ് പറയുന്നുള്ളത്. അങ്ങനെ ആ ഗ്രാമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 പേരുടെ മരണത്തിന്, കൊലപാതകത്തിന് കാരണമാവുകയും ഒരു പോലീസ് ഓഫീസർ സുബോധ് കുമാർ സിംഗ് എന്ന പോലീസ് ഇൻസ്പെക്ടർ ഇവർക്കെതിരെ, അതായത് വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംഘപരിവാറുകാർക്കെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടാൻ വരെ കാരണമായി. എന്നാൽ ഈ കൊല ചെയ്ത പ്രതികൾക്ക് തക്കതായിട്ടുള്ള സഹായങ്ങളാണ് അവിടെയുള്ള ഭരണകൂടങ്ങൾ ചെയ്യുന്നതെന്നാണ് ഈ ഗ്രാമവാസികൾ പറയുന്നുള്ളത്. 6ഓളം കുടുംബങ്ങൾ അവിടെ നിന്നും ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് അവിടെ ഇനി കുടുംബങ്ങളുമായി താമസിക്കാൻ തീരുമാനിച്ചു എന്നും റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, 2014 ശേഷം UPയിലെ അവസ്ഥ അതീവ മോശമാണ്. അവിടെയുള്ള മുസ്ലിങ്ങളും മറ്റുള്ള ന്യൂനപക്ഷങ്ങളുമൊക്കെ സംഘപരിവാറിനെ പേടിച്ച് ആ നാട്ടിൽ നിന്നും മറ്റുള്ള നാടുകളിലേക്ക് കുടിയേറി പാർക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയൊരു ഭീകരാന്തരീക്ഷം ചിലപ്പോൾ ഈ 2000 ശേഷം ഇതാദ്യമായിരിക്കാം. അങ്ങനെ പൊതുജനങ്ങളെ വേട്ടയാടിക്കൊണ്ടുള്ള ഈ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് മറ്റുള്ള പ്രതിപക്ഷത്തിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ അത് വലിയ ഭീഷണിയാവും എന്നുള്ളതാണ് ആ ഗ്രാമവാസികൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.